പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന MP പോളിൻ്റെ ലേഖനമാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി നോക്കാം. അപ്പം ഇവിടെ കാവ്യ സൗന്ദര്യത്തിന് ആസ്പദമായി ആലങ്കാരികന്മാർ വ്യവച്ഛേദിച്ചിട്ടുള്ള ഗുണങ്ങളെ സൗന്ദര്യത്തിൻ്റെ സാമാന്യ ലക്ഷണങ്ങളായി കണക്കാക്കാം. അപ്പോൾ പലരും പല വിധത്തിൽ കാവ്യഗുണങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ശ്ലേഷം, പ്രസാദം, സമത, സമാധി, മാധുര്യം, ഓജസ്, സൗകുമാര്യം, അർത്ഥവ്യക്തി, ഉദാരത, കാന്തി, ഇങ്ങനെ പല ഗുണങ്ങളും കാവ്യ സൗന്ദര്യത്തിന് നിദാനമായി അവർ സങ്കല്പിക്കുന്നു. അപ്പോൾ ഇവയിൽ ഏതൊക്കെയാണ്, ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഗുണങ്ങൾ? കാവ്യശോഭ ഉണ്ടാക്കുന്ന ധർമ്മങ്ങളെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. അതിൽ ശ്ലേഷം എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിനർത്ഥം രണ്ടുച്ചരിച്ചാൽ ശ്ലേഷമായിടും. പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ അർത്ഥം ഉൾക്കൊള്ളുന്നത്, അഥവാ മനോവികാസം ഉണ്ടാകുന്ന ഗുണം എന്ന അർത്ഥമാണ്. സമത എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളും ഗുണങ്ങളും സമമായി അന്യോന്യ സദൃശ്യമായി ഭൂഷണമായും വരുന്നതാണ് സമത. മാധുര്യം എന്ന് പറഞ്ഞാൽ വാക്കിലും അർത്ഥത്തിലും രസം സ്ഥിതി ചെയ്യുന്നത് മാധുര്യം. സൗകുമാര്യം എന്ന് പറഞ്ഞാൽ പരുഷമല്ലാത്ത അക്ഷരങ്ങൾ ധാരാളമായി വന്നാൽ അത് സൗകുമാര്യമാണ്. അർത്ഥവ്യക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ആലോചിച്ചെടുക്കാതെ നേരിട്ട് കിട്ടുന്നതാണ് അർത്ഥവ്യക്തി. ഉദാരത എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിയുമ്പോൾ ഉത്കർഷം തോന്നിക്കുന്നതാണ് ഉദാരത. ഓജസ് എന്ന് പറഞ്ഞാൽ സമസ്ത പദങ്ങൾ ധാരാളമുണ്ടായാൽ അത് ഓജസ്സാണ്. ഇനി കാന്തി എന്നാൽ ലൗകികമായ അർത്ഥങ്ങളെ അതിക്രമിക്കാതെ തന്നെ എല്ലായിടത്തും ആകർഷകമാകുന്ന വിധത്തിൽ രചന നിർവഹിക്കുന്നതിനെയാണ് കാന്തി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ലോകമര്യാദ അനുവർത്തിച്ചുകൊണ്ട് ഒന്നിൻ്റെ ധർമ്മം മറ്റൊന്നിൽ പ്രയോഗിച്ചാൽ അത് സമാധിയാണ്. ഇനി ഈ ഗുണങ്ങളിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് പ്രസാദം, ഓജസ്, മാധുര്യം, ഈ 3 ഗുണങ്ങളാണ്. ഇനി വായനക്കാരൻ്റെ അല്ലെങ്കിൽ ആസ്വാദകൻ്റെ മനസ്സിനെ വികസിപ്പിക്കുന്നത് പ്രസാദവും, ദീപ്തമാക്കുന്നത് ഓജസ്സും, ദ്രവിപ്പിക്കുന്നത് മാധുര്യവുമാകുന്നു. ഇവയെ കാവ്യ സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല എല്ലാ സൗന്ദര്യത്തിൻ്റെയും സാമാന്യ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം ഈ ഗുണങ്ങളാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുമല്ല. അപ്പോൾ സൗന്ദര്യം എന്താണെന്നുള്ള പ്രശ്നത്തെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇതുകൊണ്ട് സാധ്യമാകുന്നത്. സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓജസ് അല്ലെങ്കിൽ മാധുര്യം. അപ്പോൾ വീണ്ടും നമുക്കവിടെ ചോദ്യം ഉയരുകയാണ്, എന്താണ് ഓജസ്? മനസ്സിനെ ദീപ്തമാക്കുന്നത്. അപ്പോൾ മനസ്സിനെ ദീപ്തമാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ഗുണമുണ്ടായതുകൊണ്ട്. അപ്പോൾ എന്താണ് ഗുണം? മനസ്സിനെ ദീപ്തമാക്കുന്നത് ഏതോ അതുതന്നെ. ഇങ്ങനെ ഒരു വട്ടം കറക്കുന്ന രീതിയിലേക്ക് മാത്രമേ ഈ ഒരു വാദം പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് ലേഖകന് പറയുന്നത്. അത്ര തന്നെയല്ല, സൗന്ദര്യം പലർക്കും എന്താണ് പല വിധത്തിലാണ് അനുഭവപ്പെടുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ള ആ ഒരു സംശയം മാത്രം ആണ് ഈ ഗുണങ്ങളെ സംബന്ധിച്ച് അവശേഷിക്കുന്നതും. അപ്പോൾ ഒരാൾ ഓജസ് കാണുന്നിടത്ത് മറ്റൊരാൾക്കത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ശ്രീ ശങ്കരക്കുറുപ്പിൻ്റെ കവിതയ്ക്ക് പ്രസാദമില്ലെന്ന് കുറച്ചാളുകൾ പറയുന്നു, കുറച്ചാളുകൾ ആ പ്രസാദം ഉണ്ടെന്നും. അപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായ ചില ഗുണങ്ങളാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ആ ഗുണങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം വരികയില്ല. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ന്യായമില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നീളം, വീതി ഇവയെക്കുറിച്ച് പക്ഷാന്തരങ്ങൾ ഉണ്ടാകാൻ സംഗതിയില്ലാത്തതുപോലെ തന്നെ പ്രസാദം മുതലായ ഗുണങ്ങളെക്കുറിച്ചും പക്ഷാന്തരം ഉണ്ടാകാൻ ന്യായമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാഹ്യമായ യാതൊരു ഗുണത്തിലും സൗന്ദര്യത്തിന് സുസ്ഥിരവും സുപരിനിഷ്ഠിതവുമായ ഒരു അടിസ്ഥാനം ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. സുന്ദര വസ്തുക്കളുടെ വൈവിധ്യവും ഐക്യരൂപവും ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു അടിസ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല.
അപ്പോൾ തന്നിമിത്തം എന്താണ്, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടിയിരിക്കുന്നു, നമ്മുടെ അന്തരംഗത്തിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടിയിരിക്കുകയാണ്. അവിടെ മാത്രമേ നാം അങ്ങനെ ഒരു ഐക്യരൂപം കാണുകയുള്ളൂ. അപ്പോൾ സുന്ദര വസ്തുക്കൾ എത്ര തരത്തിലിരുന്നാലും അല്ലെങ്കിൽ എത്ര വിധമായിരുന്നാലും അവ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരേ വിധത്തിലാണ്. അപ്പോൾ നമ്മിലുളവാകുന്ന ചിത്തവൃത്തി ആനന്ദമയമാണ്, അല്ലേ, സന്തോഷകരമാണ്. ഒരു പക്ഷേ സൗന്ദര്യം എന്ന് പറയുന്നത് നിർജീവമായ ഒരു ഗുണമല്ല, അല്ലേ, അല്ലെങ്കിൽ സജീവമായ ഒരു മനോവ്യാപാരമാണെന്ന് വരുമോ? അഥവാ നിർജീവ ഗുണങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മിലുള്ള എന്തോ ഒന്ന് സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമല്ലയോ സൗന്ദര്യ അനുഭൂതി? ഇപ്പം ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നുള്ള രീതിയിലല്ല, അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി, അല്ലേ, ഒരു സൗന്ദര്യ അനുഭൂതി. അപ്പോൾ ഇവിടെ അതിന് പറയുകയാണ് വിദ്യുച്ഛക്തി, അല്ലേ, വൈദ്യുതിയുടെ അനുലോമ പ്രതിലോമ ഘടകങ്ങൾ പോലെ നമ്മിലുള്ള ശക്തിയും ബാഹ്യമോ ആന്തരികമോ ആയ ചില ഉപാധികളും തമ്മിൽ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അനുഭൂതി വിശേഷമാണ് സൗന്ദര്യമെന്ന് പറയാം. അപ്പോൾ അനുഭവമാണ് സൗന്ദര്യത്തിൻ്റെ നിദാനം, കാരണം അപ്പോൾ ഗുണങ്ങൾ പ്രസ്തുത അനുഭവത്തിൻ്റെ ഉപാധികൾ മാത്രമാണ്. അപ്പോൾ പ്രസ്തുത ഉപാധികളാവട്ടെ പ്രവർത്തമാനമായ സൗന്ദര്യബോധത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്. ഇവിടെയാണ് ആത്മപ്രതീതവാദവും ഈ സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആത്മപ്രതീതവാദത്തിൽ സർവവും ആത്മപ്രചോദിതമാണെന്നും അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ ഉപാധികളും നമ്മിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അന്തർഹിതമായിരിക്കുന്നു. ഈ വാദത്തിൻ്റെ ദുർഘടാംശങ്ങൾ നാം പരിഗണിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് സൗന്ദര്യത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രവർത്തമാനമായ മാനസിക ശക്തി, അതിന് വിഷയമായ അനുഭവം രണ്ടാമത്തേത്. അനുഭവം നമ്മെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല, മനുഷ്യൻ്റെ സത്തയും പ്രപഞ്ചവും തമ്മിലുള്ള ഐക്യത്തിൽ നിന്നാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ അനുഭവങ്ങളിൽ ചിലതിന് മാത്രമേ സൗന്ദര്യബോധത്തെ ഉണർത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവ വിശേഷങ്ങളെ പറ്റി നമ്മിലുള്ള ഒരു മൗലിക ശക്തി ചെയ്യുന്ന വിധി തീർപ്പാണ് സൗന്ദര്യം. തീർപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ കഴിവും സ്വഭാവവും ജീവിതാനുഭവവും അനുസരിച്ച് ആ തീർപ്പിനും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് കലാനിരൂപണങ്ങളിൽ ഇത്രമാത്രം പക്ഷാന്തരങ്ങൾ വന്നുകൂടുന്നത്. അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ എത്ര കണ്ട് സൂക്ഷ്മവും സങ്കീർണവുമാണോ അത്ര കണ്ടു തന്നെ പക്ഷാന്തരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാലും സാമാന്യമായി പറയുന്ന പക്ഷം മനുഷ്യൻ്റെ സൗന്ദര്യഗ്രഹണ ശക്തി ഏതാണ്ട് ഒരേ വിധത്തിലാണ് വ്യാപരിക്കുന്നതും. അപ്പോൾ ഈ ശക്തി യുക്തിയതീതമാണ്. യുക്തി, സ്മരണ, അനുമാനം ഇവയേക്കാൾ ആന്തരികവും മൗലികവുമായ ഒരു വ്യാപാരമാണ് സൗന്ദര്യ ഗ്രഹണ ശക്തിക്കുള്ളത്. അപ്പോൾ യുക്തിയുടെ പ്രവർത്തനവും ഈ ശക്തിക്ക് വിഷയമായി തീരാവുന്നതാണ്. അതുകൊണ്ടാണ് ഐൻസ്റ്റീനിൻ്റെ ശാസ്ത്രീയ ഭാവനയിലും സ്പിനോസയുടെ ദർശനത്തിലും നമുക്ക് സൗന്ദര്യം കാണുവാൻ സാധിക്കുന്നത്. പ്രസ്തുത ശക്തിയുടെ തീർപ്പിന് അപ്പീലില്ല. എന്നാൽ യുക്തിവാദം കൊണ്ട് ലഭിക്കുന്ന ഒരു പ്രമേയത്തിന് സാധുത്വമുണ്ടാകണമെങ്കിൽ അതിനേക്കാൾ മൗലികമായ ഒരു ശക്തി അതിനെപ്പറ്റി ശരി എന്ന് തീർപ്പ് കൽപ്പിക്കണം. അപ്പോൾ സൂക്ഷ്മമാലോചിച്ചാൽ സൗന്ദര്യം, സത്യം, നന്മ എന്നിവയെപ്പറ്റി വിധി പ്രസ്താവിക്കുന്നത് ഒരേ ശക്തിയാണെന്ന് കാണാം. ചില വസ്തുക്കൾ സുന്ദരമെന്നും മറ്റു ചിലത് അസുന്ദരമെന്നും നാം തീർച്ചപ്പെടുത്തുന്നു. അങ്ങനെ തീർപ്പ് ചെയ്യുന്ന ശക്തിയെ നാം സൗന്ദര്യ ബോധമെന്ന് വിളിക്കുന്നു. സത്യാസത്യങ്ങളെ തിരിച്ചറിയുന്ന മറ്റൊരു മനോവ്യാപാരത്തെ നാം സൗന്ദര്യബോധത്തിൽ നിന്ന് വേർതിരിക്കുന്നു. നന്മ തിന്മകളെ വിവേചിക്കുന്ന മൂന്നാമതൊരു മനോവ്യാപാരത്തെ നാം മനസ്സാക്ഷി എന്ന് വിളിക്കുന്നു. ഇവ മൂന്നും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരേ ശക്തിയുടെ വ്യത്യസ്തമായ 3 വ്യാപാരങ്ങളാണ് അതെന്ന് പറയാം. അപ്പോൾ 3 തരം അനുഭവങ്ങളിൽ ഒരേ ശക്തി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് സൗന്ദര്യവും സത്യവും നന്മയും. ചിലപ്പോൾ
ഒരേ അനുഭവം തന്നെ 3 വിധത്തിലുള്ള വ്യാപാരങ്ങൾക്ക് വിധേയമായെന്ന് വരാം. ഭാവനാലോകത്തിലാണ് ഈ ഒരു സങ്കീർണ വ്യാപാരം സംഭവിക്കുന്നത്. അപ്പോൾ സൗന്ദര്യം സത്യത്തിൽ നിന്നും ഇവ രണ്ടും നന്മയിൽ നിന്നും അഭേദമാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ ഈ ഒരു ഭാവനാമണ്ഡലത്തിൽ ഇവയ്ക്ക് തമ്മിൽ പൊരുത്തം മാത്രമല്ല, പരിപൂർണമായ ഐക്യവുമുണ്ടെന്ന് ഭാവനാസമ്പന്നരായ കവികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യവും സത്യവും ഒന്നാണെന്നുള്ള കീറ്റ്സിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അർത്ഥം ഇതാണ്. വാട്ട് ദ ഇമാജിനേഷൻ സീസസ് ആസ് ബ്യൂട്ടി മസ്റ്റ് ബി ട്രൂത്ത് എന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തെ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഒരു തർക്കങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ കാവ്യ സൗന്ദര്യം എവിടെയാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്, അപ്പോൾ അത് എവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞു. മലയാളത്തിലെ തന്നെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണ് MP പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം. അപ്പോൾ ഇതിൻ്റെ ആദ്യ അധ്യായമായ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനത്തിൽ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ലേഖകന് പറയുന്നത്. ആത്മപ്രതീതമായിട്ടുള്ള സൗന്ദര്യവാദത്തെ കുറിച്ച് ആദ്യം പറയുന്നു. അപ്പോൾ സൗന്ദര്യം വസ്തുക്കളുടെ ഒരു ഗുണമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവവിശേഷമാണ്. അതുകൊണ്ടാണ് ആ ചിത്രം രമണീയമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിനെന്തെങ്കിലും ഗുണമുണ്ട് എന്നല്ല, മറിച്ച് എന്താണ്, പറയുന്ന ആളുടെ മനസ്സിൽ ആ കലാവസ്തു ആനന്ദം ഉളവാകുന്നു എന്നതാണ്. അപ്പോൾ ഒരു കലാവസ്തു സുന്ദരമെന്നോ അസുന്ദരമെന്നോ പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ സുഖമോ അസുഖമോ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു രീതിയിലാണ് ആത്മപ്രതീതവാദത്തിൻ്റെ വിശദീകരണം. അപ്പോൾ ഏറ്റവും അധികം ജനങ്ങളെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന കലാവസ്തു ഏതാണോ അതാണ് ഏറ്റവും സുന്ദരമായ വസ്തു എന്ന നിലയിലാണ് ആത്മപ്രതീതവാദത്തിൻ്റെ സഞ്ചാരം. പിന്നീട് ജോഡ് എന്ന ചിന്തകന് ആത്മപ്രതീതവാദത്തിനെതിരായി താർക്കിക രീതിയാൽ പുറപ്പെടുവിച്ച ന്യായം അതിങ്ങനെയാണ്: ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് മാത്രമാണെന്നാണോ? അല്ല, ആത്മപ്രതീതവാദിയുടെ സിദ്ധാന്തം. അപ്പോൾ ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ, അത് കുറഞ്ഞ പക്ഷം വിവാദമെങ്കിലും ആണെന്ന് സമ്മതിക്കണം. അതായത് ഇങ്ങനെ ഈ ഒരു പ്രമേയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ സ്ഥാനത്ത് ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നാണ്. ഇത് വെറും പുനരുക്തി ആയതുകൊണ്ട് വിവാദക്ഷമമല്ല. അപ്പോൾ സൗന്ദര്യം എന്നത് വാസ്തവികമല്ല ഇങ്ങനെ വാദിക്കുന്നത് ശാസ്ത്രീയ പരീക്ഷണത്തിനും ശാസ്ത്രീയ നിർവചനത്തിനുമുള്ള പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആത്മപ്രതീതവാദമനുസരിച്ച് ശാന്താരാമിൻ്റെ ശകുന്തളയാണ് കാളിദാസ ശകുന്തളയേക്കാൾ മികച്ചത് എന്ന് കൽപ്പിക്കേണ്ടി വരും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. തലയെണ്ണി കാവ്യഗുണം നിശ്ചയിക്കുന്ന സമ്പ്രദായത്തിൽ ഇക്കൂട്ടർക്ക് പോലും വിശ്വാസമില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ സഹൃദയന്മാരുടെ അഭിനന്ദനമാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് വരുന്നു. പക്ഷേ സഹൃദയന്മാരുടെ ഇടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന വസ്തുതയും അംഗീകരിച്ചേ പറ്റൂ. പിന്നീട് രമണീയമായ വസ്തു പൊതുവെ എന്താണ്, ചെറുതായിരിക്കണം എന്ന ബർക്കിൻ്റെ ഒരു സിദ്ധാന്തം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ്ടൊരു ഒതുക്കവും കൃശത്വവും ഓമനത്വവും ഒക്കെ ദർശിക്കുന്നു. അപ്പോൾ വലുപ്പം കൂടുന്തോറും രമണീയതയുടേതല്ല മഹനീയതയുടെ പ്രതീതിയാണ് നമ്മിൽ അതുണ്ടാക്കുന്നത്. അപ്പോൾ സുന്ദരമായ വസ്തുക്കളിൽ ഒന്നിലും ഋജുവായ രേഖ മുന്നിട്ട് നിൽക്കുകയില്ല. അഴകുള്ള ഏതൊരു വസ്തുവിലും ഒരു വളവ് കാണാതിരിക്കില്ല. ഇപ്പം ഈജിപ്തിലെ സ്തൂപങ്ങൾ മഹനീയങ്ങളാണ്, പക്ഷെ രമണീയമല്ല. ഇപ്പം താജ്മഹലിൻ്റെ കാര്യത്തിൽ ബർക്ക് സംശയിച്ചു പോകും, അത് മഹനീയമായതോ രമണീയമായതോ എന്ന്. അപ്പോൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മഹനീയതയും അകലെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഓമനത്വവും മിനുമിനുപ്പും കൊണ്ട് അത് രമണീയമാവുന്നു. രമണീയ വസ്തുക്കൾ പ്രേമത്തോട് സാദൃശ്യമുള്ള ഒരു വികാരമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജനിപ്പിക്കുന്നത്. പിന്നീട് MP പോള് ഒരു തേരട്ടയുടെ ദൃഷ്ടാന്തം അവതരിപ്പിച്ചുകൊണ്ട് ഗുണങ്ങളെപ്പറ്റി സൗന്ദര്യം നിശ്ചയിക്കുന്ന രീതിയുടെ അപര്യാപ്തത വെളിപ്പെടുത്തുകയാണ്. അപ്പം ബർക്ക് പറയുന്ന എല്ലാ ഭൗതിക ഗുണങ്ങളുണ്ടെങ്കിലും ഓമനത്വമോ സൗന്ദര്യമോ അല്ല അറപ്പാണ് ആ ജീവിയിൽ തോന്നുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്ന സുന്ദരമായതെല്ലാം പരമമായ സൗന്ദര്യത്തിൻ്റെ ലഘുമാത്രമായ പ്രതിബിംബം മാത്രമാണ്. ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം പാരലൗകികവും അതീന്ദ്രിയവുമാണ്. പ്ലേറ്റോയുടെ ഈ സിദ്ധാന്തം ടാഗോർ അടക്കം പലരെയും ആകർഷിച്ചിട്ടുമുണ്ട്.
പ്ലേറ്റോയുടെ സിദ്ധാന്തങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഹെഗൽ തൻ്റെ സിദ്ധാന്തം രൂപീകരിച്ചത്. പരിച്ഛിന്നവും അഭേദവുമായ ഗുണങ്ങളോട് കൂടിയ ഒരു വസ്തുവും ഇല്ലെന്നും യാതൊന്നിനും സുസ്ഥിതിയുമില്ലെന്നും ഹെഗൽ സിദ്ധാന്തിക്കുന്നു. അപ്പോൾ ഒരു വസ്തു സുന്ദരമാണെങ്കിൽ അതേസമയം അസുന്ദരവുമാണ്. ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യമാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. അതിപ്രാചീനമായ ഒരു ചിദ്രൂപത്തിൽ ഹെഗലും വിശ്വസിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് യുക്തിപ്രവേശമുള്ള ഒരു മണ്ഡലമല്ല സൗന്ദര്യ സിദ്ധാന്തം. ഇവിടെ അനുഭവമാണ് പ്രമാണം എന്ന നിലയിലാണ് എം.പി. പോൾ കരുതുന്നത്. പിന്നീട് സൗന്ദര്യജാതമായ ആഹ്ലാദം ബാഹ്യലോകത്തെയല്ല ആശ്രയിച്ചിരിക്കുന്നത്, എങ്കിൽ അത് സ്ഥായിയായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളേണ്ടതുമാണ്. പക്ഷേ ആഹ്ലാദത്തോടെ തന്നെ അതിന് വിപരീതമായ മനോവ്യാപാരവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം അറിയണമെങ്കിൽ നമ്മുടെ അന്തരംഗത്തിൽ മാത്രം ദത്താവധാനമായിരുന്നാൽ പോരാ, ബാഹ്യലോകത്തേക്ക് കൂടി നോട്ടം അയക്കേണ്ടതുണ്ടെന്നും ഭൗതിക ഗുണം ഇല്ലാത്തതിലും സൗന്ദര്യമുണ്ട് എന്ന് കാണിക്കാൻ എം.പി. പോൾ ആദ്യം പുരാണത്തിൽ നിന്നുള്ള 2 സന്ദർഭങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ ഊർമിളയെ തനിച്ചിരിക്കാൻ വിട്ട് ചേട്ടൻ്റെ കൂടെ കാട്ടിലേക്ക് ചാടി പുറപ്പെടുന്നതും ദർഭമുന കാലിൽ കൊണ്ടുവന്ന് വെറുതെ നടിച്ച് നിലകൊള്ളുന്ന ശകുന്തളയുടെ നോട്ടവും അത്യധികം മനോജ്ഞമാണ് എന്ന് ലേഖകന് അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ സുന്ദരങ്ങളായ എല്ലാ വസ്തുക്കൾക്കും അവയവങ്ങളുണ്ടല്ലോ, അവയുടെ കൃത്യമായ യോജിപ്പിൽ നിന്നാണ് സൗന്ദര്യം ഉണ്ടാകുന്നത് എന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ സൗന്ദര്യബോധം ഉണ്ടായതിനു ശേഷമാണ് നാം അവയുടെ അംഗപൊരുത്തത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇവിടെ യുക്തിയല്ല, ആന്തരികമായ ഒരു ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എം.പി. പോൾ കരുതുന്നത്. അപ്പോൾ നന്മ എന്ന് പറയുന്നത് തന്നെയാണ് സൗന്ദര്യം. ഒരു വസ്തു ഏതെങ്കിലും നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് സുന്ദരവുമാണ് എന്ന് പറയുന്നു. ഉദ്ദേശപ്രാപ്തിക്ക് ഉതകാത്ത പൊൻപരിചയേക്കാൾ കാര്യത്തിന് കൊള്ളുന്ന ചാണകത്തൊട്ടിയാണ് സുന്ദരമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കാവ്യ സൗന്ദര്യത്തിന് ആധാരമായി ആലങ്കാരികന്മാർ ഗുണങ്ങളെ വ്യവച്ഛേദിച്ചിട്ടുണ്ട്. അവ സൗന്ദര്യത്തിന് സാമാന്യ ലക്ഷണമായി കണക്കാക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ശ്ലേഷം, പ്രസാദം മുതലായ കാവ്യഗുണങ്ങൾ 10 ഇവയിൽ മികച്ചു നിൽക്കുന്നത് ഓജസ്, പ്രസാദം, മാധുര്യം എന്നിവയാണ്. വായനക്കാരൻ മനസ്സിനെ വികസിപ്പിക്കുന്ന ഗുണം പ്രസാദവും ദീപ്തവും ആകുന്നത് ഓജസ്സും ദ്രവിപ്പിക്കുന്നത് മാധുര്യവുമാണ്. ഇപ്പോൾ സൗന്ദര്യത്തിന് അടിസ്ഥാനം എന്ത് എന്ന പ്രശ്നത്തിന് ഇതുകൊണ്ടും സമാധാനമാവുന്നില്ല. സൗന്ദര്യം എന്താണെന്ന് മറ്റൊരു രീതിയിൽ പറയുകയാണ് ഇവിടെ. ഇപ്പോൾ സൗന്ദര്യം പലർക്കും പല വിധത്തിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ആശയം ഈ ഗുണങ്ങളെ സംബന്ധിച്ച് ബാക്കി നിൽക്കുന്നു. ഒരാൾ ഓജസ് കാണുന്നിടത്ത് മറ്റൊരാൾ കാണുന്നില്ല. ഈ അഭിപ്രായ ഭേദത്തിന് എന്താണ് കാരണം? ഗുണങ്ങളാണ് സൗന്ദര്യത്തിന് അധിഷ്ഠാനമെങ്കിൽ ഇവയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസത്തിന് ന്യായമില്ലല്ലോ എന്നുകൂടി ലേഖകന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു ചർച്ചകളാണ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ നിർവഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ലേഖനത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്.